ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ജേണിയെക്കുറിച്ചാണ്. കോവിഡ് സമയത്ത് നമുക്ക് വീട്ടിൽ നിന്നൊന്നും പുറത്തു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ചാനലെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ എനിക്ക് 3 മോണിറ്റൈസ്ഡ് ആയ യൂട്യൂബ് ചാനലെല്ലാം ഉണ്ട്. അതിൽ തന്നെ ഇപ്പോൾ രണ്ടാമതൊരു ചാനലിൽ ഇപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് എല്ലാം തികഞ്ഞിട്ടുണ്ട്. ആ ഒരു സന്തോഷം കൂടി ഞാൻ നിങ്ങളുമായി ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായി എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമ്മൾ പുറത്തെല്ലാം ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ജസ്റ്റ് ഒരു ഹോബി എന്ന രീതിയിലാണ് കുറച്ച് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തത്. യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ചോ അല്ലെങ്കിൽ പോളിസിയെ കുറിച്ചോ ഒന്നും തന്നെ അറിഞ്ഞല്ല വീഡിയോസ് എല്ലാം ചെയ്തു തുടങ്ങിയത്. അതുപോലെ ഇതിൽ നിന്നും നമുക്ക് റവന്യൂ എല്ലാം നേടാമെന്നതും ഇതിനെക്കുറിച്ചൊന്നും തന്നെ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു 3 ചാനലെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ 10K മുതൽ ഒരു 30Kയുടെ ഉള്ളിലായെല്ലാം നമുക്ക് നമ്മുടെ ചാനലിലേക്ക് വരുമാനമെല്ലാം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കും യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ ഈ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത്, ഈ ഒരു ചാനലിൽ ആദ്യം ഞാൻ കറക്റ്റായ കണ്ടന്റ്, അതായത് എന്ത് കണ്ടന്റ് അപ്ലോഡ് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനാൽ തന്നെ അൺബോക്സിങ് വീഡിയോസ് എല്ലാം ആയാണ് ഞാൻ ആദ്യം ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ അതിനുശേഷം നമുക്ക് കോവിഡ് എല്ലാം ആയതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഒന്നും പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു അൺബോക്സിങ് എല്ലാം തന്നെ കൂടുതലായി വീഡിയോസ് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം എൻ്റെ ഒരു വീഡിയോക്ക് ഒരു വാർണിംഗ് സ്ട്രൈക്ക് എല്ലാം വന്നപ്പോഴാണ് ഞാൻ യൂട്യൂബിൻ്റെ പോളിസിയെക്കുറിച്ചും അതുപോലെ എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയത്. അതിനുശേഷം ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാമാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. അതിനാൽ തന്നെ ഒരുപാട് പേർ ഡൗട്ട് എല്ലാം ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതിനാൽ തന്നെ അവർക്കെല്ലാം തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള ഡൗട്ട് എല്ലാം തന്നെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം നല്ല ഹാർഡ് വർക്ക് എല്ലാം ചെയ്തതിന് ശേഷം 2 വർഷമെല്ലാം എടുത്തതിന് ശേഷമാണ് ആദ്യത്തെ ഈ ഒരു ചാനലെല്ലാം ഇതെല്ലാം തന്നെ മോണിറ്റൈസ് ആയത്. എന്നാൽ അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് യൂട്യൂബിൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടാകണമെന്നില്ല. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നും നിങ്ങൾക്ക് വലിയ വരുമാനമൊന്നും വരുന്നില്ല എങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം തന്നെ മറ്റൊരു ചാനലെല്ലാം സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇത്തരത്തിൽ ആദ്യത്തെ ചാനലിൽ നിന്നും വലിയ വരുമാനമൊന്നും വരുന്നില്ല എങ്കിലും നിങ്ങൾക്ക് പിന്നീട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ചാനൽ കൂടി മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനമെല്ലാം വരികയാണെങ്കിൽ ഇതെല്ലാം തന്നെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് മന്ത്ലി നല്ല ഒരു ഇൻകം എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കൂടി ഈ ഒരു ചാനലിൽ നിന്ന് എനിക്ക് വലിയ രീതിയിലുള്ള ഒരു റവന്യൂ ഒന്നും വരുന്നില്ല. എന്നാൽ ഈ ഒരു 3 ചാനലെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇതെല്ലാം തന്നെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഇപ്പോഴും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സസ്റ്റെയിൻ ചെയ്യാനെല്ലാം സാധിക്കുന്നത്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് അധികം വരുമാനമൊന്നും വരുന്നില്ല, കുറേ വ്യൂസ് ഒന്നും ഇല്ലാത്തൊരു ചാനലെല്ലാം ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മറ്റൊരു ചാനൽ കൂടി ഇതിനോടൊപ്പം സ്റ്റാർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾഡ് ചാനൽ കൂടി റൺ ചെയ്യിച്ചു കൊണ്ടുപോകാനും സാധിക്കും. കാരണം ഇത്തരത്തിൽ നിങ്ങൾക്ക് അധികം വ്യൂസും റവന്യൂ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ചാനൽ മാത്രമായി മുന്നോട്ട് പോവുക എന്നത് വളരെ റിസ്ക് ആയ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് അതിൽ നിന്നും അധികം റവന്യൂ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതിനാൽ തന്നെ അഡീഷണലായി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മറ്റു ചാനൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനമെല്ലാം ലഭിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോകാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരുപാട് വർഷമായി ചാനലെല്ലാം തുടങ്ങി ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല, അതുപോലെ നല്ല വ്യൂസ് ഒന്നും വരുന്നില്ല എങ്കിൽ പുതിയ ഒരു ചാനലെല്ലാം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ രണ്ടാമത് തുടങ്ങിയ ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സ് എല്ലാം തികഞ്ഞിട്ടുണ്ട്. ആ ഒരു സന്തോഷം കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയ എന്തെങ്കിലും ഡൗട്ട് എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ആ ഒരു കാര്യമൊന്നും നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനെക്കുറിച്ചെല്ലാം തന്നെ ഒരു വീഡിയോ എല്ലാം ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്